നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേൽസ് ഓഫ് ഏഞ്ചൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഇൻട്രോയും ഔട്ട്രോയും വരെ വോയിസ് ഓവർ ചെയ്യേണ്ട അവസ്ഥയായി കേട്ടോ. ഞാനിന്ന് എഡിറ്റ് ചെയ്തതാണ്. എൻ്റെ വോയിസ് ഏത് വഴി പോയെന്ന് എനിക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എൻ്റെ വോയിസ് ഓവർ കേട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മച്ചിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. അമ്മച്ചിക്ക് 80 വയസ്സായി. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ടോ. വ്ളോഗ് ഇച്ചിരി ലേറ്റായി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം ഞങ്ങളിതേ അമ്മച്ചീനെ സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കുവാണ് കേട്ടോ. ഇതെൻ്റെ പപ്പയുടെ സിസ്റ്ററാണ്, അവർ UK-യിലാണ്. അപ്പോൾ അവർ നാട്ടിൽ അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവർ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്കൊക്കെ മുറിക്കാനായിട്ട്. അപ്പോൾ അമ്മേനെ സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞ് ഞങ്ങളിതേ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിള്ളേരൊക്കെ ദേ ഇവിടെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ പപ്പയുടെ സിസ്റ്റർ മാത്രമല്ല, വേറെ ഞങ്ങളുടെ കസിൻസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് വന്നല്ല കേട്ടോ, പക്ഷേ അറിയാണ്ട് വന്നതാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറിക്കാനായിട്ട്. ഇതാണ് കേട്ടോ കേക്ക്, സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ കേക്കാണ്. അപ്പോൾ ആൻറ്റിയൊക്കെ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും വന്നിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ അത് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അത് കേക്ക് മുറിക്കുകയാണ്. ആ സമയത്ത് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വോയിസിനകത്ത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വഴിക്ക് ആ പാട്ടൊക്കെ ഏതോ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ചിറ്റ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഗിഫ്റ്റായിട്ട്. നല്ലൊരു സാരിയായിരുന്നു, സിമ്പിളായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഇതാണ് സാരി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കേക്ക് മുറിയും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇച്ചിരി ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ മുറ്റത്ത്. ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തോട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്.
ഞങ്ങളിത് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കോട്ടയത്തുള്ള ഗ്രാൻഡ് ഓൺട്രി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിനാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് തരും കേട്ടോ. നല്ല രസമാണ് അവർ ഇങ്ങനെ പ്രസൻറ്റേഷൻ കാണാനായിട്ട് വെൽക്കം ഡ്രിങ്കിൻ്റെ. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ. ഞാനിപ്പോൾ കോട്ടയത്തെ ഗ്രാൻഡ് ഓൺട്രിയിൽ 3ാമത്തെ വട്ടമാണ് പോകുന്നത്. എനിക്ക് അവരുടെ ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എറണാകുളത്തും ഉണ്ട് ഗ്രാൻഡ് ഓൺട്രി, അവിടെ ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. കോട്ടയത്ത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഇൻറ്റീരിയറാണ് അവരുടേത്. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് വെറൈറ്റി ഡിഷസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നു തുടങ്ങി. സ്റ്റാർട്ടേഴ്സിൽ ആദ്യം വന്നത് കൊറിയൻ ചിക്കൻ വിങ്സ് ആയിരുന്നു. പിന്നെ ഇത് കാന്താരി ഫിഷ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ 2 പ്ലേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നത് പ്രോൺസ് ആയിരുന്നു. ഇത് എന്ത് പ്രോൺസ് ആണെന്ന് ഞാൻ മറന്നു, ഡ്രാഗൺ പ്രോൺസ് അങ്ങനെ എന്തോ ആയിരുന്നു ശരിക്കും എൻ്റെ പേര്, ഞാൻ മറന്നുപോയി ശരിക്കും തന്നെയാണ്. പിന്നെ ചിക്കൻ ടിക്കയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കുന്നതിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മെയിൻ കോഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് ബീഫ് സ്റ്റേക്ക് ആയിരുന്നു. പിള്ളേർ 2 പേരും ബീഫ് സ്റ്റേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത സാധനം. ഇതിൻ്റെ പേര് ചിക്കൻ പോർട്ടോബെല്ലോ എന്നാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ സൈഡായിട്ട് ഷെസ്വാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വന്നു. പിന്നെ വന്നത് ആൻറ്റി വാങ്ങിച്ച സാധനമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ബീഫ് സ്ട്രഗ്നോഫ് വിത്ത് റൈസ് എന്നാണ്. ഇതൊന്നും കൂടാതെ പിന്നെ ഞങ്ങൾ വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ന്യൂഡിൽസും നാനും മീറ്റ് പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മെയിൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഡെസേർട്ട്സിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മമ്മിയും ആൻറ്റി അങ്കിളും ഇളനീർ പുഡിംഗ് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. പിന്നെ പിള്ളേർ 3 പേരും ഓറിയോ മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പാലൊന്നും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഐസ്ക്രീമും ഈ മിൽക്ക് ഷേക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടുത്തെ ആംബിയൻസ് നല്ല രസമാണ്, നല്ല ക്ലീനാണ്, നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലെത്തി. പിള്ളേരൊക്കെ ഇച്ചിരി ടയേർഡായിപ്പോയി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ ആൻറ്റി അങ്കിളും പിള്ളേരൊക്കെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കിളിൻ്റെ വീട് മോനിപ്പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് ചെന്നൈക്ക് പോകണമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അവർ രാത്രി തന്നെ തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗായിരുന്നു കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ, എങ്കിലേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും ബായ്.